റഷ്യയും ഉക്രൈനും തമ്മിലുള്ള നയതന്ത്ര തർക്കങ്ങളും ആഭ്യന്തര രാഷ്ട്രീയ കോളിളക്കങ്ങളും പുതിയ തലത്തിലെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഉക്രൈനുള്ള പിന്തുണ കുറയ്ക്കുന്നതിനെതിരെ ശക്തമായി മുന്നറിയിപ്പുമായി പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് രംഗത്തെത്തിയിരിക്കുകയാണ്. വാർസോയും കീവും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴുന്നതിനിടയിൽ ഉക്രൈനെ കൈവിടുന്നത് ആത്മഹത്യാപരമാണെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. പോളണ്ടിലെ ബിഡ്കോഷിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് നേരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചത്. രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഇത്തരം തന്ത്രപ്രധാനമായ വിഷയങ്ങളിൽ ആരും തന്നെ തീക്കളിക്ക് മുതിരരുത് എന്നാണ് ഡസ്ക് വ്യക്തമാക്കിയത്. റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിൽ ഉക്രൈന് നൽകുന്ന പിന്തുണ കേവലം ഒരു സഹായമല്ലെന്നും മറിച്ചത് പോളണ്ടിന്റെ തന്നെ ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഏറ്റവും വലിയ പ്രതിരോധ കവചമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുടെ ചില സമീപകാല തീരുമാനങ്ങളാണ് പോളണ്ടിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തിരികൊളുത്തിയത്. പോളിഷ് ചരിത്രത്തിൽ കറുത്ത അധ്യായങ്ങൾ രചിച്ച ഉക്രൈനിയൻ ഇൻസർജന്റ് ആർമിയുമായി ബന്ധമുള്ള ഒരു സൈനിക വിഭാഗത്തിന് സെലൻസ്കി അടുത്തിടെ ഒരു വീരപ്പട്ടം നൽകിയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 10,000-കണക്കിന് പോളിഷ് വംശജരെ കൂട്ടക്കൊല ചെയ്ത ചരിത്രമുള്ള UPAയെ ആദരിക്കുന്ന തരത്തിലുള്ള ഈ നീക്കം പോളണ്ടിൽ കനത്ത പ്രതിഷേധത്തിന് കാരണമായി. ഈ ഒരു ചരിത്രപരമായ തർക്കം പോളണ്ടിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത്. ഉക്രൈനെ അന്ധമായി പിന്തുണയ്ക്കുന്നത് നിർത്തണമെന്നും അവർ പോളണ്ടിന്റെ ചരിത്രപരമായ വികാരങ്ങളെ മാനിക്കുന്നില്ലെന്നുമുള്ള രീതിയിലുള്ള വികാരങ്ങൾ രാജ്യത്ത് ശക്തമായി. പ്രത്യേകിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ച് പ്രതിപക്ഷ കക്ഷികൾ ഈ വിഷയം സർക്കാരിനെതിരെ ഒരു പ്രധാന ആയുധമായി മാറ്റാൻ ശ്രമിക്കുകയാണ്. ചരിത്രപരമായ തർക്കങ്ങളും വികാരങ്ങളും നിലനിൽക്കുമ്പോഴും നിലവിലെ ഭൗമരാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ലെന്നാണ് ഡെസ്ക് വാദിക്കുന്നത്. ഉക്രൈനിൽ വെച്ച് തകർക്കപ്പെടുന്ന ഓരോ റഷ്യൻ മിസൈലും യഥാർത്ഥത്തിൽ പോളണ്ടിന്റെ ആകാശത്തെയാണ് കൂടുതൽ സുരക്ഷിതമാക്കുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഉക്രൈൻ യുദ്ധം ആരംഭിച്ചത് മുതൽ അവർക്ക് സൈനികവും മാനുഷികവുമായ ഏറ്റവും വലിയ പിന്തുണ നൽകിയ രാജ്യങ്ങളിലൊന്നാണ് പോളണ്ട്. എന്നാൽ ഈ നയതന്ത്ര തർക്കങ്ങൾ കാരണം ആ പിന്തുണയ്ക്ക് എന്തെങ്കിലും ഇളവ് സംഭവിച്ചാൽ അത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് അനുകൂലമായ അന്തരീക്ഷമുണ്ടാക്കുമെന്നാണ് ഡെസ്ക് ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായ വിയോജിപ്പുകൾ നയതന്ത്ര തലത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമ്പോൾ തന്നെ സൈനിക സഹായം യാതൊരു തടസ്സവുമില്ലാതെ തുടരണമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ആഭ്യന്തരമായി ഇത്തരം രാഷ്ട്രീയ തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും സ്വന്തം പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിനുള്ള നടപടികളുമായി പോളണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി പ്രമുഖ അമേരിക്കൻ പ്രതിരോധ കമ്പനിയായ ആൻഡൂറിൽ ഇൻഡസ്ട്രീസുമായി പോളണ്ട് പ്രതിരോധ സഹകരണം ശക്തമാക്കിയിട്ടുണ്ട്. സ്വന്തം വ്യോമ പ്രതിരോധ കവചം കൂടുതൽ ശക്തമാക്കുന്നതിനൊപ്പം തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് ആത്മവിശ്വാസം നൽകാനും ഈ പ്രതിരോധ കരാറിലൂടെ പോളണ്ട് ലക്ഷ്യമിടുന്നു. റഷ്യയിൽ നിന്നുള്ള ഭീഷണികൾ നേരിടാൻ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ അനിവാര്യമാക്കുമെന്ന് പോളിഷ് പ്രതിരോധ മന്ത്രാലയം വിലയിരുത്തുന്നുണ്ട്. എങ്കിലും സെലൻസ്കിയുടെ നടപടിക്കെതിരെ പോളണ്ടിലെ പൊതുസമൂഹത്തിലും വലിയ രീതിയിലുള്ള അമർഷം പുകയുന്നുണ്ട്. ഉക്രൈനിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് അഭയവും സൈന്യത്തിന് ആയുധവും നൽകിയ തങ്ങളോട് കീവ് കാണിക്കുന്ന നന്ദികേടാണിതെന്നാണ് ഒരു വിഭാഗം ജനങ്ങൾ കരുതുന്നത്. ഈ ആഭ്യന്തര രാഷ്ട്രീയ പോര് പോളണ്ടിന്റെ നാറ്റോ സഖ്യത്തിനുള്ളിലെ സ്ഥാനത്തെ പോലും ബാധിച്ചേക്കാമെന്ന ആശങ്ക ഡെസ്കിനുണ്ട്. യൂറോപ്പിന്റെ കിഴക്കൻ അതിർത്തിയിലെ ഏറ്റവും ശക്തമായ പ്രതിരോധ കോട്ടയാണ് പോളണ്ട്. അവിടെ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ അസ്ഥിരതയും ഉക്രൈൻ നയത്തിലെ മാറ്റങ്ങളും നാറ്റോയുടെ കൂട്ടായ പ്രതിരോധ നീക്കങ്ങൾക്ക് തിരിച്ചടിയാകും. ഉക്രൈനുമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കാൻ നയതന്ത്ര ചാനലുകൾ പരമാവധി ഉപയോഗപ്പെടുത്തുമെന്നും ഡെസ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. ചരിത്രപരമായ തെറ്റുകൾ തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. എന്നാൽ അത് നിലവിലെ രാജ്യസുരക്ഷയെ പണയം വെച്ചുകൊണ്ടായിരിക്കരുത്. ഈ മിസൈൽ പ്രോഗ്രാമും പ്രതിരോധ നവീകരണവും വഴി പോളണ്ട് തങ്ങളുടെ സൈന്യത്തെ കൂടുതൽ ആധുനികവൽക്കരിക്കുകയാണ്. ഉക്രൈനിലേക്ക് ആയുധങ്ങൾ അയക്കുന്നത് വഴി സ്വന്തം പ്രതിരോധത്തിൽ വീഴ്ച വരുന്നുവെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് അമേരിക്കൻ കമ്പനിയുമായുള്ള പുതിയ കരാർ. വരും ദിവസങ്ങളിൽ വാർസോയും കീവും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം എങ്ങനെ മുന്നോട്ടു പോകുമെന്നത് അന്താരാഷ്ട്ര സമൂഹം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. സെലൻസ്കിയുടെ ഭാഗത്തു നിന്ന് പോളണ്ടിന്റെ വികാരങ്ങളെ മാനിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും നയതന്ത്രപരമായ നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും പോളണ്ട് പ്രധാനമന്ത്രിയുടെ ഈ സ്ഫോടനാത്മകമായ പ്രസ്താവന ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. സുരക്ഷാ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു ശക്തമായ നിലപാടാണ് ഡെസ്ക് ഉയർത്തിപ്പിടിക്കുന്നത്.
ചരിത്രപരമായ ഭിന്നതകൾക്കപ്പുറം നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ ഉക്രൈന്റെ വിജയം പോളണ്ടിന്റെ നിലനിൽപ്പിന് എത്രത്തോളം അനിവാര്യമാണെന്ന് ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്.